അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ സാറേ, ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഈ മാസം 28-ാം തീയതി നമ്മുടെ സ്കൂൾ കലോത്സവം തുടങ്ങിയാണ്. അപ്പോൾ അതിൽ നാടകം, ഒപ്പന, തിരുവാതിര, പൂരക്കളി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റങ്ങൾക്ക് നിങ്ങൾക്ക് പേര് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പേര് കൊടുക്കുക, റിഹേഴ്സൽ തുടങ്ങുക. ഓക്കെ? അതെ, നമുക്ക് നാടകം കളിച്ചാലോ? എൻ്റെ ഒരു കഥയുണ്ട്, ഒറിജിനൽ സ്റ്റോറിയാണ്, പക്ഷെ അതിനൊരു ഫിക്ഷൻ ഇവിടെ ഒക്കെ ചേർത്തോണ്ടുള്ളതാ. സെറ്റാക്കിയാലോ? വലിയ ചിലവൊന്നും ഇല്ല, നൈസാ. ശരിയാടാ, നമ്മൾ ഇതുവരെയായിട്ടും ഒരു പരിപാടിക്കൊന്നും പോയിട്ടില്ലല്ലോ. നാടകം നമുക്ക് സെറ്റാക്കിയാലോ? സെറ്റാക്കാം. നൈസ് കഥയാ. കൊള്ളാവോടെ, മെയിൻ നായകന്മാരിൽ ഒരാള് നീയാ. എടാ, നീ എന്ത് ഉദ്ദേശിക്കുന്നത്? എടാ, ഇത് ഒറിജിനൽ ആയിട്ട് നടന്ന ഒരു കഥയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഒരു ഗവൺമെന്റ് സ്കൂളിൽ അതിനോട് ചേർന്ന ഒരു വീട്. ഈ ഗവൺമെന്റ് സ്കൂൾ വേറൊരു മാഫിയയുടെ അണ്ടറിലാണ്. അതിനകത്ത് വില്ലനാണ് മെയിൻ ആള്, മുതലാളി. ഇവനാണ് വില്ലൻ. ഓക്കെ, നീ രാഷ്ട്രീയക്കാരൻ, നീ നമ്മുടെ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ലാസ്റ്റിൽ നീ മരിക്കുകയാണ്. ഞാൻ മരിക്കുകയാണോ? അപ്പോഴേ സെന്റിമെന്റ് വർക്ക് ആകത്തുള്ളൂ. നിനക്കും വേറെ നല്ല റോളുണ്ട്. ഇവന്റെ അച്ഛനായിട്ടുള്ള റോള്. ലാസ്റ്റ് വർഷങ്ങൾക്ക് ശേഷം മോനെ കാണാൻ വേണ്ടി അച്ഛൻ വരുക. അപ്പം മോൻ മരിക്കുന്നു അച്ഛനെ മുമ്പ് വെച്ച്. അമ്മ തളർന്നു വീഴുന്നു ആ സമയത്ത്. ആ സീനൊക്കെ ഞാൻ എടുത്തോളാം, നമുക്ക് അകത്തുണ്ടല്ലോ. കളർ വെള്ളം കേട്ടിട്ട് കുത്തുമ്പോ പിന്നെ പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നു. എന്റെ ഐഡിയ ഉണ്ട്, ഐഡിയ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് നൈസായിട്ട് അത്രയൊന്നും വേണ്ട, ഇത്രയും ഓവർ ആക്കണ്ട, സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. നിന്റെ മനസ്സിലൊരു വാശിയുണ്ട്, കുത്ത് കിട്ടുമ്പോ ആ വാശി നിന്റെ മനസ്സിലും കാണണമല്ലോ. അപ്പൊ ആ ഒരു വേദന അധികം അറിയിക്കാത്ത രീതിയിൽ സിമ്പിൾ ആയിട്ടൊരു ദേഷ്യത്തിന്റെ ഇതില് നിന്നാ മതി കേട്ടോ. ഒരു ബിഹേവ് ചെയ്താൽ മതി. ആ സാറേ, പിള്ളേരെ വല്ല നടക്കുവോ? റിഹേഴ്സൽ നടന്നോണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഞങ്ങളുടെ ക്ലാസിന്റെ കാര്യം ഇപ്പൊ അങ്ങനെ. കുഴപ്പമില്ലടാ, നിങ്ങൾ ചെയ്യേ. ക്ലാസ്സിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. കുഴപ്പമില്ല, ശരി സാർ. കുത്തുകൊണ്ടതിന്റെ ഒരു ഞെട്ടല് അത് വരണം. 25 വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ കാണുക. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, ഒരു ക്യൂരിയോസിറ്റിയും, തൊട്ടപ്പുറത്ത് വില്ലനുണ്ട്, അയാളോടുള്ള ദേഷ്യം. അപ്പൊ ആ 3 എക്സ്പ്രഷനും കൂടെ കയറി ഒരുമിച്ച് വരണം. അങ്ങനെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കണം കുത്തുകൊള്ളുമ്പോ നീ ഇടേണ്ടത്. 3 അത് നന്നാണ്. നിന്നെ കൊണ്ട് പറ്റും, അതുകൊണ്ടാ. പറ്റും ഞാൻ കാണിച്ചേരപ്പം. മര്യാദക്ക് നീ മാറിപ്പോയില്ല, ഇല്ലെങ്കിൽ അന്നേരം കാണിച്ചതാടാ. ഞാൻ കാണിക്കും. എടാ പൊട്ടാ, ഇത് നാടകമല്ലേ, നിനക്ക് എന്താടി കട്ട കാഴ്ചയൊക്കെ പറയുന്നത്? എടാ, എന്റെ മനസ്സിലെ സിനിമയല്ലേ, അപ്പൊ അത് ഇങ്ങനെ കയറിപ്പോയത്. അതൊക്കെ പോട്ടെ, ഈ സീനകത്തെ ഇങ്ങനല്ലായിരുന്നു. ഫസ്റ്റിലെ ഇവനോട് വന്നിട്ടൊന്ന് നയപരമായിട്ട് സംസാരിക്കണം, ഒരു ചിരിച്ചും കളിച്ചും ഒക്കെ. അതിനുശേഷം ഇവൻ സമ്മതിക്കത്തില്ലെന്ന് മനസ്സിലാവുമ്പോൾ മാത്രം ഇത്ര ദേഷിച്ച് വെല്ലുവിളിയിലോട്ട് കടക്കാവും. മനസ്സിലായോ? ആദ്യമേ വന്ന് വെല്ലുവിളിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ പോയാലോ? ക്യാമറ. ഓക്കെ ഓക്കെ ഓക്കെ. കലോത്സവവുമായി ബന്ധപ്പെട്ട നാടക മത്സരത്തിൽ ചെസ് നമ്പർ 4 10 ജിയിലെ കുട്ടികൾ വിജയിച്ചിരിക്കുകയാണ്. കൊള്ളാട മക്കളെ, നിങ്ങൾ എല്ലാരും പൊളിച്ച്. എടാ, എന്നാലും നീയൊക്കെ ഇവിടെ കിടന്ന് ഇങ്ങനെ കുറുന്താഴ്ച നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല നീ ഇങ്ങനൊക്കെ സ്റ്റേജിൽ പെർഫോം ചെയ്യുമെന്ന്. കൊള്ളാം കേട്ടോ. എടാ അരുണെ, നിന്റെ ഡയറക്ഷൻ പക്കയായിരുന്നു. എടാ അഖിലെ, നിന്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. ആ കത്തിയോസ് കിട്ടുമ്പോഴേ നീ ആ 3 എക്സ്പ്രഷൻ ഇട്ടില്ലയോ, അതെങ്ങനെ പറ്റില്ലടാ? അത് നിനക്കേ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാരും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. എന്തായാലും മക്കളെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കിത് അപ്പം നിങ്ങൾ ഈ നാടകം സബ് ജില്ലയിൽ
ജില്ലയിൽ സംസ്ഥാന തലത്ത് വരെ കളിക്കണം. അത്ര ആംബിയറുള്ള പിള്ളേരാണ് നിങ്ങൾ. പക്ഷേ ഇതെങ്ങനെ വേണം, എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാനും നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ അടുത്തൊന്ന് ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. സാറേ, എന്താടാ പറ. എനിക്കൊരു കാര്യം പറയാം. പറഞ്ഞോ. നമ്മൾ ഈ നാടകവും ബാലയെന്നൊക്കെ പറഞ്ഞ് നടന്നാലേ 10ാം ക്ലാസ്സാ പിള്ളേരല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പഠിക്കുന്നവനാ. പഠിച്ചാൽ തലയായിരിക്കും. അവന്മാരെല്ലാം ആവറേജാ. അപ്പൊ ക്ലാസ് ഒക്കെ കുറെ മിസ്സാവുന്നു സാറേ. നാടകം എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവന്മാരെ ഭാവി തൊലഞ്ഞു പോത്തേ ഉള്ളൂ. 10 എടാ ഗ്രേസ് മാർക്ക് ഒക്കെ കിട്ടത്തില്ലയോ? അത് പോരെയോ ജയിക്കാൻ? സാറേ, സംസ്ഥാന തലത്തിലെങ്കിൽ ഈ നാടകം പോയാലേ ഗ്രേസ് മാർക്ക് കിട്ടത്തുള്ളെന്ന് സാറിനും അറിയാം, എനിക്കും അറിയാം. സാറിന് തോന്നുന്നുണ്ടോ ഇത് സംസ്ഥാന തലത്തിൽ പോയി മാർക്ക് കിട്ടുമോ? അല്ലടാ, നീ എന്ത് ഈ പറഞ്ഞു വരുന്നത്? സാറേ, നാടകവും കഥയൊക്കെ കൊള്ളാം, നമുക്കിത് കളിക്കുകയും ചെയ്യാം. പക്ഷെ 9ാം ക്ലാസ്സുകാരെ കൊണ്ട് കളിപ്പിച്ചപ്പോഴേ പിന്നെ ഞാനും കൂടെ എടാ അരുണ്, അവനല്ലൂടെ ഈ കഥ ഡയറക്റ്റ് ചെയ്തേ. അപ്പൊ അവനെ ഇല്ലാതെ എങ്ങനെ? എന്റെ പൊന്ന് സാറേ, ഇതൊന്നും ആരും അറിയാൻ പോകുന്നു. സാറും പിള്ളേരും അങ്ങ് പോകുന്നു, അത്രേ എല്ലാരും അറിയത്തുള്ളൂ. നമുക്ക് ഈ വട്ടം 9ാം ക്ലാസ് വരെ കൊണ്ട് ഈ നാടകം ഒരു റിഹേഴ്സൽ മട്ടിൽ നമുക്ക് ചെയ്യിപ്പിക്കാം. അതാവുമ്പോൾ അടുത്ത വട്ടത്തെ സയൻസ് നാടകത്തിൽ ഈ സെയിം സ്കിറ്റ് നമുക്ക് കളിക്കുകയും ചെയ്യാം. സയൻസ് നാടകം ആകുമ്പോഴേ അധികം കോമ്പറ്റീറ്റേഴ്സും കാണത്തില്ല, നമുക്ക് ഫസ്റ്റും കിട്ടും. സെറ്റ് വർക്ക് പിന്നെ നല്ല കൂട്ടണം. ജില്ലയിലൊക്കെ പോകുമ്പോൾ പറയുന്നിട്ടുണ്ടല്ലോ. നമ്മുടെ നാടകം ഉപജില്ലയ്ക്ക് പോയിട്ടുണ്ട്. അതെന്തായാലും പോകുമല്ലോ, നമ്മളത്ര നൈസായിട്ടല്ലോ ചെയ്തത്. പക്ഷെ ചിരിക്കണ്ട, നമ്മളല്ല പോകുന്നത്. പിന്നെ ആരാ? 9ാം ക്ലാസ് വരെ വെച്ച് നാടകം എടുക്കാനും തീരുമാനം. ആര് പറഞ്ഞു? ഞാൻ അറിയും. ചുമ്മാ അവർ ചുമ്മാ തമാശ ആക്കാൻ വേണ്ടി വല്ലതും അല്ല. നമ്മളല്ല, ഞാനൊന്നും ഇല്ല. പിന്നെ വേറെ ശേഖരനുണ്ട്, ബാക്കി പിള്ളേർ 9ാം ക്ലാസ് പിള്ളേർ. ഇവന്റെ കഥയില്ലേ? ഞാൻ ഇല്ലാതെ എന്റെ കഥ വേറൊരാൾ അങ്ങനെ എടുക്കും. അത് അവരുടെ തീരുമാനം. ഏതാരുടെ? പ്രിൻസിപ്പളിന്റെ. നാടകം കളിച്ചാൽ എന്തെങ്കിലും ഒരു കഥയുണ്ട്. ശരിയാണ്, നമ്മളിതുവരെ ഒരു പരിപാടിക്കൊന്നും പോയിട്ടില്ല. നാടകം നമുക്ക് സെറ്റാക്കാം. നാടകം എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവന്മാരെ ഭാവി തൊലഞ്ഞു പോത്തേ ഉള്ളൂ. നീ വിഷമിക്കണ്ട. നീ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നടന്നിരിക്കും. അതാരൊക്കെ എന്തൊക്കെ തടസ്സമുണ്ടാക്കും. ആഗ്രഹങ്ങൾ സത്യസന്ധമാണ്, അതൊരു നാൾ നിറവേറും.